നിലവിലുള്ള റിപ്പോർട്ട്സ് പ്രകാരം അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് 4 ട്രെയിലർ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ 4 ട്രെയിലറും 4 ടീമിൻ്റേതായിരിക്കും. ഉദാഹരണത്തിന് ആദ്യത്തേത് ഫാൻറ്റാസ്റ്റിക് ഫോർ, ആ ഒരു ടീമിനായിട്ടുള്ള ട്രെയിലർ. പിന്നീട് വക്കാൻഡൻസ്, അതിനുശേഷം എക്സ്മെൻ, പിന്നീട് നമ്മുടെ ദി അവഞ്ചേഴ്സ് ആൻഡ് ദി ന്യൂ അവഞ്ചേഴ്സ്, ഇവർ രണ്ടുപേരുടെ കൂടി ഒരു ടീമപ്പ് ആയിട്ടുള്ള ട്രെയിലർ. ഈ 4 ട്രെയിലറുകളും എങ്ങനെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഡിസംബർ 18 അവതാർ റിലീസ് ചെയ്യുന്ന അന്ന് ഒരു ട്രെയിലർ റിലീസ് ചെയ്യും. പിന്നീട് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് രണ്ടാമത്തേത്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ജനുവരി 1 മൂന്നാമത്തേത്. ഏറ്റവും അവസാനം ജനുവരി 8 ഇതിൻ്റെ എല്ലാം കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വേർഷനും അവഞ്ചേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു കമ്പൈൻഡ് വേർഷൻ നാലാമതായി റിലീസ് ചെയ്യും. ഇതുകൂടാതെ മറ്റൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. അടുത്ത വർഷം സെപ്റ്റംബറിൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ റിലീസ് ചെയ്യുന്നതിന് 3 മാസം മുൻപ്. സാധാരണ നമ്മൾ നോക്കുമ്പോൾ 1 മാസം മുമ്പൊക്കെയാണ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പാർട്ടിൻ്റെ ഒക്കെ റിലീസ് ചെയ്യാറ്. ഇപ്പോൾ കുറച്ചും കൂടി അവരൊരു വെറൈറ്റി ചെയ്യാൻ കാരണം, ഇപ്പോഴത്തെ നിലവിലെ റിപ്പോർട്ട്സ് പ്രകാരം ഇതിനൊരു ക്രെഡിറ്റ് സീൻ ഉണ്ടാവും അത്രേ. നമുക്കറിയാം മാർവൽ സിനിമകളിൽ ക്രെഡിറ്റ് സീൻ ഇല്ലാത്തത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനാണ്. അപ്പം ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ക്രെഡിറ്റ് സീൻ എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഈ 2008 അയൺമാൻ ഹെൽമെറ്റ് മുകളിൽ ഇങ്ങനെ ഹാമർ അടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് ക്രെഡിറ്റ് സീൻ പോലെ ജസ്റ്റ് ഒരു ട്രിബ്യൂട്ട് പോലെ കാണിച്ചത്. ഒരു ലിറ്ററൽ ക്രെഡിറ്റ് സീൻ അതിൻ്റെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട്സ് പ്രകാരം അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ടാവും. ആ ക്രെഡിറ്റ് സീൻ്റെ തുടക്കം ഈ നമ്മൾ കേട്ട പോലെ അയൺമാൻ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഹാമർ കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ശബ്ദമായിരിക്കും. എന്നാൽ വരുന്ന ഇൻട്രൊഡക്ഷൻ ആക്ച്വലി അയൺമാൻ്റെതായിരിക്കില്ല, പകരം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലെ പ്രധാനമായ വില്ലൻ, റോബർട്ട് ഡൗണി ജൂനിയർ പ്രധാനമായ വില്ലനായ വിക്ടർ വോൺ ഡൂം എന്ന കഥാപാത്രമായിരിക്കും. അപ്പം ഇതൊരു തരത്തിൽ ഡിസ്നിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ 4 ട്രെയിലർ റിലീസ് ചെയ്യുന്നതിലൂടെ ഈ ഡൈഹാർഡ് മാർവൽ ഫാൻസ് തീർച്ചയായിട്ടും ഈ പടം മീൻസ് അവതാർ ഫയർ ആൻഡ് ആഷ് 4 തവണ അവർ കാണുമെന്നറിയാം ഈ ഫാൻസ്. സോ അവരത് മുൻകൂട്ടി കണ്ട് 4 ട്രെയിലർ ഇറക്കി. അതിനുശേഷം ഇപ്പോൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഒന്നും കൂടി റിലീസ് ചെയ്യാൻ പോകുന്നു. സോ അതിലൂടെയും അവർക്ക് അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവർക്കറിയാം. സോ ഇനിയിപ്പോൾ വലിയ അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഡിസംബർ 18 നമുക്ക് ആദ്യത്തെ ട്രെയിലർ കാണാൻ സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.